സ്പോട്ട് ലൈവിന് പോകുന്നത് തൃശൂരിലേക്കാണ്. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. വെങ്കിടിശ്ശേരി സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വെച്ചായിരുന്നു സംഭവം. ചേർപ്പിലെ ഗുണ്ട ഉൾപ്പെടെ 3 പേർ ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മനുവും പ്രതികളും തമ്മിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെങ്ങണിശ്ശേരിയിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ചേർപ്പ് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു അരുൺകൊല. നവമി ദിനേശ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ കൊല്ലപ്പെട്ട മനുവും ഈ കൊലയാളി സംഘത്തിൽപ്പെട്ട 3 പേരും തമ്മിൽ നേരത്തെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മുൻ വൈരാഗ്യമാണോ യുവാവിന്റെ ജീവനെടുത്തത്? ഇന്ന് രാവിലെ ആയിരുന്നു മനുവിനെ റോഡരികിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തലയ്ക്ക് ഹോക്കി സ്റ്റിക്കിന്റെ അടികൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. അതായത് 3 പേരടങ്ങുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേർ, അവർ മണികണ്ഠൻ, ആഷിഖ്, പ്രണവ് എന്നീ 3 പേരും മനുവും സുഹൃത്തുക്കളാണ്. ഇന്നലെ വൈകുന്നേരം മണികണ്ഠൻ താമസിക്കുന്ന കോളനിക്ക് സമീപം ഒരു തർക്കമുണ്ടായിരുന്നു. ഒരു കുടുംബ പ്രശ്നമായിരുന്നു അതിൽ ആ കുടുംബ പ്രശ്നം നടക്കുമ്പോൾ അവിടേക്ക് മനു എത്തുകയും ആ പ്രശ്നത്തിൽ ഇടപെടുകയും പിന്നീട് ഇവർ 4 പേരും തമ്മിൽ, ഈ സുഹൃത്തുക്കളായ 4 പേരും തമ്മിൽ ഒരു വാക്കുതർക്കവും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ കലാശിക്കുന്ന രീതിയിൽ എത്തുകയും ചെയ്തു. അവിടെ വെച്ച് മനുവിന്റെ മണികണ്ഠന്റെ കയ്യിൽ നിന്നും അടി കിട്ടുകയും പിന്നീട് മനു സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത്, അതായത് ഈ കോളനിയിൽ നടക്കുന്ന ഈ കുടുംബ പ്രശ്നം പിന്നീട് പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി സോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് മനു ആശുപത്രി വിട്ട ശേഷം സമീപത്തുള്ള ബാറിലേക്ക് പോയി. അവിടെയും ഈ 3 സുഹൃത്തുക്കളും മണികണ്ഠനും പ്രണവും ആഷിഖും അവിടെ എത്തുകയും ചെയ്തു. ഇങ്ങനെ 4 പേരും ആ ബാറിനുള്ളിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിൽ വീണ്ടും വാക്കുതർക്കം ഉണ്ടാകുന്നു. അവിടെയും ഇവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം. ഈ തർക്കം മൂർച്ഛിക്കുന്നതിന് പിന്നാലെ മനു അവിടുന്ന് വേഗം തന്റെ ബൈക്ക് എടുത്ത് മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്തു. അവിടെയാണ് ഈ പെട്രോൾ പമ്പിന് സമീപത്തേക്ക് ഇവരെത്തുകയും ഈ 3 പേരടങ്ങുന്ന സംഘം മനുവിനെ തടഞ്ഞു നിർത്തി മനുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും അതോടൊപ്പം ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ 3 പ്രതികളും സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളാണ് ഇതെല്ലാം പിന്നെ പോലീസിന് വ്യക്തമായത്. എന്തായാലും ഈ 3 പ്രതികളെക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടുമെന്നാണ് ചേർപ്പ് പോലീസ് അറിയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രതി, 1ാം പ്രതിയായ മണികണ്ഠൻ ഒരു കാപ്പ ചുമത്തപ്പെട്ട പ്രതി കൂടിയാണ്. ഒപ്പം മറ്റ് 3 പേരും ഗുണ്ടാ ലിസ്റ്റിൽ, അതായത് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാ പട്ടികയിൽ, ചേർപ്പ് പോലീസിന്റെ ഗുണ്ടാ പട്ടികയിൽപ്പെട്ട 3 പേരാണ് ഈ കൊലയാളി സംഘത്തിലുണ്ടായിരുന്നതെന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. പോലീസ് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? കാപ്പ കേസിൽ നേരത്തെ കാപ്പ ചുമത്തപ്പെട്ട വ്യക്തിയായിരുന്നു, അങ്ങനെ നാട് കടത്തപ്പെട്ട ആളാണ്, ജയിലിലായിരുന്നു. എങ്ങനെയാണ് പിന്നീട് ഈ കേസുകളുടെ ഈ കാപ്പ കാലയളവ് പൂർത്തിയായി പുറത്തിറങ്ങിയ ശേഷമാണോ ഈ കൊലപാതക കേസിലും ഇവർ പങ്കാളികളായത്? അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പോലീസ് പറയുന്നത് ഈ മണികണ്ഠൻ, 1ാം പ്രതിയായ, അതായത് മനുവിന്റെ തലയിൽ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ മണികണ്ഠൻ കാപ്പ ചുമത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതിനു മുൻപ് പല ഗുണ്ടാ കേസുകളിലും, അതായത് ഇതുപോലുള്ള പല അടിപിടി കേസുകളിലും പ്രതിയാക്കപ്പെട്ട വ്യക്തിയാണ്. അതിനെ തുടർന്നാണ്, നിരവധി കേസുകളുടെ തുടർന്നാണ് ഈ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടത്. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തത്. അതിന്റെ ഈ കാലാവധി പൂർത്തിയായതിനു ശേഷമാണോ മനു നാട്ടിലേക്ക് തിരിച്ചെത്തിയത്, അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ എത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ 3 പേരും, അതായത് മനുവിനെ കൊലപ്പെടുത്തിയ 3 പ്രതികളും ഇതിനു മുൻപും ഇത്തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവർക്ക് ഇതിനു മുൻപും ഇത്തരത്തിൽ അടിപിടി കേസുകളും അതോടൊപ്പം തന്നെ ഇത്രയും തർക്കത്തില് ഒക്കെ വരികയും പിന്നീട് പല കേസുകളിലും ജയിലിൽ പോയ വ്യക്തികൾ കൂടിയാണ് ഇവർ 3 പേരും. പ്രണവ്, ആഷിഖ്, മണികണ്ഠൻ, ഇവർ 3 പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്. പല സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ മനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇനി ഇവരെ പിടികൂടാനുണ്ട്. 3 പേരും ഇപ്പോൾ ഇന്നലെ ഈ കൃത്യം നടത്തിയതിനു ശേഷം ഇവർ സ്ഥലം വിട്ടിരിക്കുകയാണ്. പോലീസ് ഇവർക്കായുള്ളൊരു അന്വേഷണവും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു
നടു റോഡിൽ വെച്ച് യുവാവിനെ തലക്കടിച്ച് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പറഞ്ഞു തീർക്കേണ്ട ഒരു തർക്കം, ഒരു കുടുംബ പ്രശ്നം, പിന്നീട് അത് പോലീസ് എത്തി അത് ആ ഒരു തർക്കം സോൾവ് ചെയ്ത് പറഞ്ഞയച്ചതാണെങ്കിൽ പോലും ഇതിന്റെ ഒരു വൈരാഗ്യം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മനുവിനെ ഫോളോ ചെയ്തു വന്നത്. അതായത് ഇതിനു മുൻപ് ഈ ആദ്യത്തെ തർക്കം കഴിഞ്ഞതിന് ശേഷം ബാറിലെത്തി അവിടെയും ഇവർ ഒരു വാക്കുതർക്കം നടത്തുകയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടുന്ന് ബൈക്കെടുത്ത് പോയ മനുവിനെ പുറകിൽ ചെന്നായിരുന്നു ഇവർ ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്തത്. എന്തായാലും പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുകൂടി പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം CCTV ദൃശ്യങ്ങളും ഒപ്പം ഇന്നലെ നടന്ന ഇവർ മറ്റിടങ്ങളിൽ നടത്തിയ ഈ ബാറിലും ഒപ്പം ഈ കോളനിയിലും നടത്തിയ തർക്കങ്ങളുടെയും ദൃക്സാക്ഷികളെയും അതോടൊപ്പം തന്നെ അതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കാൻ കഴിയുമോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. ടോം, നവമി, അതായത് ഈ രാത്രി പുലർച്ചെ 1 മണിക്കാണ് കൊലപാതകം നടന്നത്. ഈ കൊല്ലപ്പെട്ട മനു അവിടെ ഈ 1 മണിക്ക് എന്തിനാണ് എത്തിയത്? പിന്നെ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തന്നെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഈ രാത്രി സമയം പ്രത്യേകിച്ചും ഈ കോളനിയിലും പിന്നീട് ബാറിലുമൊക്കെ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം തനിച്ചായിരുന്നോ ഈ മനു യാത്ര ചെയ്തത്? മനുവിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? നവമി, മനു ഈ ബാറിലെ സംഘർഷത്തിന് ശേഷവും ഒറ്റയ്ക്ക് തന്നെയാണ് ബൈക്കെടുത്ത് പോയതെന്നാണ് പറയുന്നത്. CCTVയിലും അങ്ങനെ തന്നെയാണ് വ്യക്തമാകുന്നത്. പിന്നീട് ഈ പ്രതികൾ 3 പേരും മനുവിനെ ഫോളോ ചെയ്തു വന്നാണ് ഇത്തരത്തിൽ ബൈക്കിൽ നിന്നും ബൈക്കിന് കുറുകെ നിർത്തുകയും പിന്നീട് ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മനുവിന്റെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. മനുവിനോടൊപ്പം മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ തർക്കം, ഈ കോളനിയിലെ തർക്കം കഴിഞ്ഞതിന് ശേഷം തന്നെ മനുവിന് ചെറിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. ഇത് മനു സ്വകാര്യ ഒരു ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയും ചെയ്തു. അതിനുശേഷമാണത് വലിയ രീതിയിലുള്ള ഒരു പരിക്കല്ലെങ്കിൽ കൂടിയും അതിനുശേഷമാണ് ആശുപത്രിയിൽ നിന്നും ബാറിലേക്ക് പോയത്. ബാറിലെത്തി അവിടെയും ഇവർ മനുവിനെ ഫോളോ ചെയ്ത് എത്തുകയും അവിടെ വെച്ച് ഇവർ ഈ 4 പേരും ഇവർ സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവർ സുഹൃത്തുക്കളാണ്, അവർക്കിടയിലാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാവുകയും പിന്നീട് ഒരു സുഹൃത്തിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയതും. എന്തായാലും ഈ ബാറിലെത്തിയും ഇവർ തമ്മിൽ ഇത്തരത്തിലൊരു തർക്കം നിലനിന്നിരുന്നു. അവിടെയും ഒരു അടിപിടി ഉണ്ടായി എന്നുകൂടി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിനുശേഷം ബൈക്ക് എടുത്തു പോയ മനുവിനെ ഫോളോ ചെയ്താണ് ഈ പെട്രോൾ പമ്പിന് സമീപം എത്തുകയും അവിടെ വെച്ച് മനുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും പിന്നീട് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഏകദേശം 1 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. പോലീസ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ പ്രതികളും, അതായത് ഈ കൊലയാളികളും കൊല്ലപ്പെട്ട മനുവും സുഹൃത്തുക്കളായിരുന്നു. പിന്നീടുണ്ടായ ചില വാക്കുതർക്കങ്ങൾ, കുടുംബ പ്രശ്നമൊക്കെയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം.